الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ഇഅ്തികാഫിലാണ്. റമദാനിലാണ്, അവസാനത്തെ 10-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സഫിയ റളിയല്ലാഹു അൻഹ വന്നിരിക്കുന്നു. നമ്മുടെ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഒരാൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാൾ വന്നു, കണ്ടു, സംസാരിച്ചു. സഫിയ റളിയല്ലാഹു അൻഹ തിരിച്ച് മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഫിയ ബീവിയുടെ കൂടെ ഇങ്ങനെ നടന്നു. മദീന പള്ളിയുടെ വാതിൽക്കലെത്തിയപ്പോൾ 2 അൻസാരികൾ നബിയെയും സഫിയ ബീവിയെയും കണ്ടു. അപ്പോൾ അവർ നബിയോട് സലാം പറഞ്ഞ് കുറച്ചും കൂടി ധൃതിയിൽ വേഗത്തിൽ നടക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റിസ്ലിക്കുമ ഇന്നഹാ സഫിയ. നിങ്ങൾ അങ്ങനെ തിരക്കൂട്ടി നടക്കുമെന്ന് വേണ്ട, എൻ്റെ കൂടെയുള്ളത് എൻ്റെ സഫിയയാണ്, എൻ്റെ പ്രിയപ്പെട്ടവളാണ്. അപ്പോൾ സഹാബിമാർക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. നബിയെ പറ്റിയിട്ട് നമ്മളങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും വിചാരിക്കുമോ? സുബ്ഹാനല്ലാഹ്, യാ റസൂൽ അല്ലാഹ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 അൻസാരികളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജറദ്ദം. മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്ത് കൂടിയൊക്കെ ശൈത്താനും സഞ്ചരിക്കും. ഫഖശീതു അൻ യക്ദിഫ ഫീ ഖുലൂബികുമാ ശൈഅ. അപ്പോൾ ആ ശൈത്താനുങ്ങളെ ഖൽബിലേക്ക് എന്തെങ്കിലും ഇട്ട് തരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇമാം നവവി റഹിമഹുല്ലാഹു തആല ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടും നബിമാരെ പറ്റിയിട്ടും മോശമായിട്ടുള്ളൊരു ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടായാൽ അതിന് കുഫ്റാൻ. നബിമാരെ പറ്റിയിട്ട് മോശമായിട്ടൊരു ചിന്ത ഒരാളുടെ ഹൃദയത്തിലുണ്ടായാൽ അത് തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ്. അതില്ലാതിരിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് അത് തിരുത്തി കൊടുത്തത്. ഇത് സഫിയയാണ് എന്ന വിശദീകരണം നൽകിയത് എന്നാണ്. ഇവിടെ ഒരു സൈഡ് പോയിൻ്റ് കൂടി നമ്മൾ നോട്ട് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബി വനിതകൾ അവർ പള്ളിയിൽ വന്നിരുന്നു, നബിൻ്റെ കൂടെ നിസ്കരിച്ചിരുന്നു. നബിൻ്റെ കാലത്തും അവർ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷവും അവർ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഹിജാബിൻ്റെ ആയത്തിന് മുമ്പും ഇരുന്നിട്ടുണ്ട്, ഹിജാബിൻ്റെ ആയത്തിന് ശേഷവും ഒരു ജമാഅത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആത്തിക്ക ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ ആത്തിക്ക റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചൊരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം, അതിനുള്ള അനുവാദം തരുമെങ്കിൽ ഓക്കെയാണ്. ആ കണ്ടീഷൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടുണ്ട്. മരണം വരെ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്ത് കിട്ടിയ നിസ്കാരത്തിൽ വരെ ആതിക ബീവി പെണ്ണുങ്ങളെ ഭാഗത്തുണ്ട്. അള്ളാഹു ദീന് ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശൈത്താന് എങ്ങനെങ്കിലുമൊക്കെ നമുക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് നോക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ടു. ആ സ്വപ്നം വാപ്പാൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇദ് ഖാല യൂസുഫു ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നത് ഉപ്പ ഞാൻ കണ്ടിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയോട് എന്താ പറയുന്നത്? യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക. ഈ സ്വപ്നം നീ നിന്റെ സഹോദരങ്ങളോട് പറയരുത് കേട്ടോ, ഓരോട് നീ പങ്കുവെക്കാൻ പാടില്ല. ഫയക്കീദു ലക കൈദ, അത് പ്രശ്നമാണ്. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന പോയിന്റ്, തീർച്ചയായിട്ടും ശൈത്താന് വ്യക്തമായ ശത്രുവാണ് ഞാൻ, ഓനെ കരുതിയിരിക്കണം. അപ്പോൾ ശരിക്ക് യൂസുഫ് നബിയുടെയും സഹോദരങ്ങളുടെയും കേസിൽ എന്താ സംഭവിച്ചത്? അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ ശൈത്താൻ? യൂസുഫ് നബിയെ അവർ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു. ഒരു നബിയുടെ മക്കൾക്ക് സംഭവിച്ചതാണത്, യാക്കൂബ് നബിയുടെ മക്കൾക്ക് സംഭവിച്ചതാണത്. സഹാബിമാർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ശൈത്താന് രക്തം സഞ്ചരിക്കുന്നിടത്ത് കൂടെ ഒക്കെ സഞ്ചരിക്കും, അതുകൊണ്ട് ഓനങ്ങൾ കരുതിയിരിക്കണം. അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ എത്ര ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ആലോചിക്കുക. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. നീയും നിന്റെ ഇണയും ഈ സ്വർഗത്തിൽ കഴിഞ്ഞുകൊള്ളുക. വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ. ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഇബ്ലീസ് ഓരെ എങ്ങോട്ടാണ് എത്തിച്ചത്? ആ മരത്തിൻ്റെ കായ് അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കഴിച്ചില്ലേ? അപ്പം അത് ശൈത്താൻ്റെ കുതന്ത്രമാണ്. ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആലക്ക് ഒരു കിതാബുണ്ട്, തൽബീസു ഇബ്ലീസ്. അതിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല എങ്ങനെയാണ് ശൈത്താന് മനുഷ്യനെ വഴി തെറ്റിക്കുക, എല്ലാവരെയും ഒരുപോലെയല്ല, എല്ലാവരുടെയും വീക്ക്നെസ് എന്താണ് എന്ന് ഓൻക്കറിയാം. അപ്പോൾ ഒരു ആലിമിനെ എങ്ങനെയാണ് ശൈത്താൻ വഴി തെറ്റിക്കുക, ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് ശൈത്താൻ വഴി തെറ്റിക്കുക, ജിഹാദിൽ മുന്നേറുന്ന ഒരു പോരാളിയെ എങ്ങനെയാണ് ശൈത്താൻ വഴി തെറ്റിക്കുക, ഒരു ഭരണാധികാരിയെ എങ്ങനെയാണ് പിഴപ്പിക്കുക, ഇതൊക്കെ അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ശൈത്താനിൻ്റെ കുതന്ത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കരുതിയിരിക്കേണ്ട ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്ലീസിന് ഒരു അർശുണ്ട്. ആ അർശ് വെള്ളത്തിൻ്റെ മുകളിലാണ്. എല്ലാ ദിവസവും അവൻ്റെ കൂട്ടാളികളെ പല ഭാഗങ്ങളിലേക്കും അയക്കുന്നുണ്ട്, ഡ്യൂട്ടി കൊടുത്തിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ ഇബ്ലീസിൻ്റെ അടുക്കലേക്ക്, ലീഡറിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. എന്നിട്ട് ഓരോരുത്തരും പറയും, എന്താണ് ഇന്ന് നമ്മൾ ചെയ്തത്? ഫഅൽതു കദാ വകദാ. ഒരാൾ എന്നിട്ട് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീഡർ പറയും, ഇബ്ലീസ് പറയും, മാ സനഅത ശൈഅ, അതൊന്നും വലിയ സംഭവമല്ല, നീ ചെയ്തൊന്നും വലിയ കാര്യമല്ല. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഓരോ സംഗതികൾ ഇങ്ങനെ പറയുന്നാൻ. ഫഅദ്നാഹും മിൻഹും മൻസിലതൻ. ആ ശൈത്താൻ്റെ അടുക്കൽ, ഇബ്ലീസിൻ്റെ അടുക്കൽ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അടുപ്പമുള്ള ആൾ അഅ്ദമുഹും ഫിത്നതൻ, ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്നവൻ ആരാണോ ഓനാന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം ഒരാൾ വന്നിട്ട് പറയും, ഒരാളെ പിന്നാലെ ഞാൻ കൂടി, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി. എന്നിട്ട് ഓൻ്റെ പെണ്ണുങ്ങളിൽ ഞാൻ തെറ്റിച്ചു, അതുവരെ ഞാൻ ഓൻ്റെ പിന്നാലെ കൂടി, ഓനെ ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ ഓനെങ്ങനെ അടുപ്പിച്ചിട്ട് ഇബ്ലീസ് പറയുന്നതാണ്, നിഅമ അൻത, ഇജാണ് ആൺകുട്ടി, ഇയാണ് ഏറ്റവും നല്ല പണിയെടുത്തത് എന്ന് ശൈത്താൻ പറയുന്നതാണ്, ഇബ്ലീസ് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പുരയിൽ കുടുംബത്തിൽ മക്കളെ ഇടങ്ങറാകുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇടങ്ങറാകുന്നൊരു സമയം ഈ വാപ്പയും ഉമ്മയും തെറ്റിയാലുള്ള സമയത്താണ്. ഓരണ്ട് പിണങ്ങും, പിന്നെ ഈഗോ പ്രശ്നങ്ങളാണ്, രണ്ടാളും ഒരു നിലക്കും താഴ്ന്നു കൊടുക്കുന്ന വിഷയമില്ല, ഓർക്കിടയിൽ ഭയങ്കര കച്ചറയായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഈ കുട്ടികളിങ്ങനെ ഇടങ്ങറാവുക. പിന്നെ മക്കളെ കാര്യം നോക്കാൻ വാപ്പാക്കും ഒഴിവില്ല, ഉമ്മാക്കും ഒഴിവില്ല, അത് മൂപ്പര് നോക്കിക്കോട്ടെ, അത് ഓള് നോക്കിക്കോട്ടെ.
ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇത് ശൈത്താൻ അറിയാം, അവന് അതിന് വേണ്ടതൊക്കെ ചെയ്യും. അപ്പോൾ ഈ കുതന്ത്രം, ശൈത്താൻ്റെ തന്ത്രം നമ്മൾ കരുതിയിരിക്കുക. പെണ്ണുങ്ങളായിട്ട് തെറ്റിയാൽ, പുതിയാപ്പിളനായിട്ട് തെറ്റിയാൽ ഒരു ഇബാദത്ത് നമുക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നിസ്കരിക്കാൻ നിന്നാൽ, തെക്ബീർ ചൊല്ലി നിസ്കാരം തുടങ്ങിയാൽ നമുക്കൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. ഒരു പേജ് ഖുർആൻ മര്യാദക്ക് സ്വസ്ഥമായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ അതിന് പറ്റിയ എല്ലാ പണികളും അവൻ എടുക്കും. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകട്ടെ. എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ. അള്ളാഹു എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ മക്കളിൽ നീ എനിക്ക് കൺകുളിർമ നൽകണമേ. നമ്മൾ നന്നാകുന്നതും നമ്മൾ നല്ല നിലക്ക് ജീവിക്കുന്നതൊന്നും ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ശത്രുവാണവൻ. നമ്മളൊരു സുജൂദ് ചെയ്യുന്നത് പോലും അവനക്ക് സഹിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ തിലാവത്തിൻ്റെ സുജൂദുള്ള ഒരു ആയത്തോതി, എന്നിട്ട് അവൻ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്താൽ ശൈത്താൻ കരയുന്നാണ്. ശൈത്താൻ കരഞ്ഞിട്ട് മാറിപ്പോകും. എന്നിട്ട് ഓൻ പറയുന്നതാണ്, ഉമിറബ്നു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന. മനുഷ്യനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഓനത് അനുസരിച്ച് ഓൻ സുജൂദ് ചെയ്തു, ഓനക്ക് സ്വർഗ്ഗമുണ്ട്. വ ഉമിർതു ബിസ്സുജൂദി ഫഅബൈതു ഫലിന്നാർ. എന്നോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഞാനത് അനുസരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് നരകമുണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ശൈത്താൻ മാറിപ്പോകുന്ന പറഞ്ഞത്. ഈ തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ളൊരു സംഗതിയല്ല. ഒരാൾ ഖുർആൻ ഓതുന്ന ഇടയിൽ തിലാവത്തിൻ്റെ സുജൂദ് തന്നാൽ ആ സമയത്ത് സുജൂദ് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീന പള്ളിയിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൂറത്തു നഹ്ൽ ഓതി. സൂറത്തു നഹ്ലിൽ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന അത്ര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതി. ഫസജദ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്തു. ജനങ്ങളും ആ സുജൂദ് ചെയ്തു. അടുത്ത ആഴ്ചയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ ഭാഗം മിമ്പർമെന്ന് ഓതി. തിലാവത്തിൻ്റെ സുജൂദുള്ള ഭാഗമെത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തില്ല. എന്നിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ നമുറു ബിസ്സുജൂദ് ഫമൻ സജദ ഫഖദ് അസാബ വമൻ ലം യസ്ജുദ് ഫലാ ഇസ്മ അലൈഹി. ആര് സുജൂദ് ചെയ്തുവോ ഓൻ ചെയ്തത് ശരിയാണ്. ഇനി ഒരാൾ സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ അതിൽ അവൻക്ക് കുറ്റവുമില്ല. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് എന്നുള്ളത് നിർബന്ധമല്ല. ഒരാൾ പാരായണം ചെയ്യുന്ന സമയത്ത് തിലാവത്തിൻ്റെ ആയത്ത് വന്നു, തിലാവത്തിൻ്റെ സുജൂദ് വന്നു, അവൻ സുജൂദ് ചെയ്തില്ല, അതിലോനക്ക് കുറ്റമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഡ്രൈവിങ്ങിലാണ്, നമ്മൾ ഓതിക്കൊണ്ടിരിക്കാൻ തിലാവത്തിൻ്റെ സുജൂദുള്ള ഒരു ആയത്ത് എത്തിയാൽ നമ്മൾ അവിടെ ആ ആയത്ത് ഓതാതെ സ്കിപ്പ് ചെയ്ത് പോകണമെന്നൊന്നുമില്ല. ഇപ്പം ചില ഇമാമുമാർ അവസാനത്തെ ആയത്തായിരിക്കും തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്ത്, ആ ആയത്ത് ഓതാതെ നേരെ റുക്കൂലേക്ക് പോകും. അത് ഓതിയാൽ ചിലപ്പോൾ സുജൂദ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് നിർബന്ധമല്ല, സുന്നത്താണ്. ചെയ്താൽ കൂലിയുണ്ട്. കൂലിയുണ്ട് എന്ന് മാത്രമല്ല, ശൈത്താൻ കരയുന്ന പറഞ്ഞത്. അത് ഓതിയാൽ ഒരാൾ സുജൂദ് ചെയ്താൽ ആ സുജൂദിൻ്റെ പേരിൽ ശൈത്താൻ കരയുന്ന പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സുജൂദ് പോലും ഓന് സഹിക്കൂല എങ്കിൽ, ആ വിഷയത്തിൽ പോലും അവൻ അത്ര അസ്വസ്ഥനാണ് എങ്കിൽ, നമ്മൾ ഇബാദത്തുകൾ കാര്യത്തിലൊക്കെ മുന്നേറുമ്പോൾ അവൻ എത്ര അസ്വസ്ഥനായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശൈത്താൻ ഇറങ്ങിപ്പോകുന്നതാണ്. ശൈത്താൻ ഇറങ്ങിപ്പോകും ആ ബാങ്ക് കേൾക്കാതിരിക്കാൻ. ബാങ്ക് കഴിഞ്ഞാൽ അവൻ വീണ്ടും തിരിച്ചു വരും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവന് ഇറങ്ങിപ്പോകും. ഇഖാമത്ത് കഴിഞ്ഞാൽ അവൻ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് എന്തോ അവൻ്റെ പണി, പിന്നെ നിസ്കരിക്കുന്നവൻ്റെ അടുത്ത് വന്നിട്ട് ഓന് പിത്തനുണ്ടാക്കുകയാണ്. ഉദ്കുർക്കഥ ഉദ്കുർക്കഥ, അതാലോചിച്ചോ ഇതാലോചിച്ചോ അല്ലെ. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴല്ലേ എല്ലാം ഓർമ്മ വരിക. ശൈത്താൻ്റെ പണിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹത്താ യദല്ല റജുലു ലാ യദ്രി കം സല്ല. എത്രയാണ് നിസ്കരിച്ചെന്ന് പോലും ഓർമ്മയില്ലാത്ത അത്ര ഓൻ വസ്വാസം ഉണ്ടാക്കുന്ന പറഞ്ഞത്. 3 റക്കാത്താണോ 4 റക്കാത്താണോ നിസ്കരിച്ചെന്ന് പോലും ബോധം ഉണ്ടാവില്ല. എന്നിട്ട് അപ്പുറത്തുള്ളവനെ നോക്കുകയാണ് ഓൻ എത്ര നിസ്കരിക്കുന്നത്. അത് നോക്കിയിട്ട് നമ്മൾ കുറച്ച് വൈകി വന്ന ആളാണെങ്കിൽ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ബാക്കി പൂർത്തിയാക്കുക. നമുക്കുണ്ടാവില്ലേ, അനുഭവമില്ലേ? ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓൻ്റെ കുതന്ത്രങ്ങൾ നമ്മൾ ശരിക്ക് നല്ലോണം കരുതുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശൈത്താൻ കെട്ടുന്ന 3 കെട്ടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓൻ്റെ തലയിൽ ശൈത്താൻ 3 കെട്ട് കെട്ടുന്നാണ്. ഓരോ കെട്ടിലുണ്ട് അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, അല്ലേ, നിനക്ക് നീണ്ട രാത്രി ഉണ്ടടാ, നീ ഉറങ്ങിക്കോ, രാത്രി നിസ്കരിക്കൊന്നും വേണ്ട, ഫജ്ർ നീക്കൊന്നും വേണ്ട, ഉറങ്ങിക്കോ എന്ന് ഓന് പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ എഴുന്നേറ്റിട്ട് അയാൾ അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞാൽ അതിൽ 1-ാമത്തെ കെട്ട് അള്ളാഹു അയച്ചു കൊടുക്കും.
അവന് വുദൂ ചെയ്താൽ അവൻ്റെ രണ്ടാമത്തെ കെട്ടും അയച്ചു കൊടുക്കും. ഫജ്ർ നിസ്കരിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടും അയച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഫജ്ർ നിസ്കരിച്ച ഒരാൾക്ക് ആ ദിവസത്തിൽ നല്ല ഉന്മേഷം ഉണ്ടാകും. അല്ലാത്ത ആൾ കസ്ലാൻ, അവൻ മടിയനായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലേ, ഒരു ദിവസം നമ്മൾ മര്യാദക്ക് ജമാഅത്ത് നിസ്കരിച്ച് ഫജ്ർ നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അന്നൊരു ഊർജ്ജവും ഉന്മേഷവും നമുക്ക് ഫീൽ ചെയ്യും. അന്ന് ഫജ്ർ നിസ്കാരം കിട്ടിയിട്ടില്ല എങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ബോറായിരിക്കും. കാരണം എന്താണ്? ഇതാണ് വിഷയം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഒരാൾ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ചൊല്ലാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓതി ചൊല്ലി കിടന്ന ഒരാളാണെങ്കിൽ ഷെയ്ത്താൻ ഈ 3 കെട്ട് കെട്ടൂല എന്നും ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുന്ന നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഷെയ്ത്താനെതിരെ നമ്മൾ ജിഹാദ് ചെയ്യുക. അള്ളാഹു ആ ജിഹാദിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചിട്ട് 2 സഹാബിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ട കൂടുകയാണ്. അവർക്കിടയിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അയാളുടെ കണ്ണുകളൊക്കെ ചുമന്നു. അയാളുടെ മുടിയൊക്കെ ഇങ്ങനെ കുത്തനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത്രക്കും ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅഅലമു കലിമതൻ ലൗ ഖാലഹാ ദഹബ അൻഹു മാ യജിദ്. എനിക്കൊരു വാക്കറിയാം, ആ വാക്ക് അയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഷെയ്ത്താനിൽ നിന്ന് അഭയം ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം ഒതുക്കി നിർത്തുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ഉപദേശം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഔസിനി. നബി പറയാണ്, ലാ തഗ്ളബ്, കോപിക്കരുത്. ഫറദ്ദദ മിറാറ, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബി പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. കോപം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് നമ്മൾ പരിശീലിക്കേണ്ട ഒരു സംഗതിയാണ്. മനുഷ്യന്മാരാണ്, ദേഷ്യം വരും, സ്വാഭാവികമാണ്. ആ ദേഷ്യം പ്രകടിപ്പിക്കരുത്. അത് പിടിച്ചു നിർത്താനും കടിച്ചമർത്താനും പറ്റണം. ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഇസ്തിആദ ചൊല്ലുക, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിആദ ചൊല്ലാൻ പഠിപ്പിച്ച വേറൊരു സമയം കൂടിയുണ്ട്. ഷെയ്ത്താൻ ഒരാളുടെ അടുക്കൽ വരുന്ന കാരണത്ത് എന്നിട്ട് ഓനോട് ഇങ്ങനെ പറയും, മൻ ഖലഖ കദാ, മൻ ഖലഖ കദാ. ആരാണ് ആകാശത്ത് സൃഷ്ടിച്ചത്? അപ്പം പറയും, അല്ലാഹുവാൻ. ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? അല്ലാഹുവാൻ. ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് അവസാനം ഷെയ്ത്താൻ അവൻ്റെ കൽബിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചോദ്യമാണ്, മൻ ഖലഖ റബ്ബക്. ആരാണ് നിൻ്റെ റബ്ബിനെ സൃഷ്ടിച്ചത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അവസാനത്തെ ലിമിറ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെയും ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ കൂടരുത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. ആ ചിന്ത അവിടെ അവസാനിപ്പിക്കുക. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ എത്തൂല. അതിനൊരു അറ്റം ഉണ്ടാവുമോ? ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത്? അള്ളാഹുവിനെ സൃഷ്ടിച്ച ഒരാളുണ്ട് എന്ന് നമ്മളെ മനസ്സിൽ പറഞ്ഞാൽ നഊദു ബില്ലാഹ്. പിന്നെ അവനെ സൃഷ്ടിച്ചതാരാണ്? അതിനൊരു അറ്റം ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു പരിധി ഉണ്ടല്ലോ, അല്ലേ? നമ്മുടെ കണ്ണിന് ലിമിറ്റ് ഉള്ളതുപോലെ, കേൾവിക്ക് പരിധി ഉള്ളതുപോലെ, എല്ലാത്തിനും ലിമിറ്റ് ഉള്ളതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ലിമിറ്റ് ഉണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അത് ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്, അവനുണ്ടാക്കുന്ന വസ്വാസാൻ. അപ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇസ്തിആദ ചൊല്ലാൻ പഠിപ്പിച്ച സന്ദർഭങ്ങളാണ്. ഇനി ചില ആൾക്കാർ കോട്ടുവായുടെ സമയത്ത് ഇസ്തിആദ ചൊല്ലും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് പ്രത്യേകമായിട്ട് ഇസ്തിആദ ചൊല്ലുക, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമല്ല. അത്തഫാഉബു മിനശ് ശൈത്താൻ, കോട്ടുവായ എന്നുള്ളത് ശൈത്താൻ എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളിങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കോട്ടുവായ ആക്കുകയാണെങ്കിൽ ശൈത്താൻ ചിരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ആ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. അത് കഴിയുന്ന അത്ര കടിച്ചു പിടിക്കാനാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വുദൂഇൻ്റെ മുമ്പ് ചില ആൾക്കാർ ഇസ്തിആദ ചൊല്ലും, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
വുദൂവിൻ്റെ മുമ്പ് അങ്ങനെ ഇസ്തിആദ ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചെന്ന് തന്നെ എമ്പാടും ഉണ്ട്. ആ പഠിപ്പിച്ച എന്ന കാര്യങ്ങളൊക്കെ പാലിക്കാനും ശ്രദ്ധിക്കാനൊക്കെ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക. രാവിലെയും വൈകുന്നേരം ചൊല്ലുന്ന ദിക്റുകൾ അതൊക്കെ വലിയ പ്രൊട്ടക്ഷനാണ്, ശൈത്താനിൽ നിന്നുള്ള വലിയ സംരക്ഷണമാണ്. അള്ളാഹു അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.